കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ വെക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ വെക്ടറിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതും വെക്ടറിന്റെ ട്രാൻസ്ഫോർമേഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, കർവിലിനിയർ കോർഡിനേറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ കർവിലിനിയർ കോർഡിനേറ്റ്സിൽ എങ്ങനെയാണ് നമ്മളൊരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. സോ ലാസ്റ്റ് ക്ലാസ്സിനോട് നിർത്തിയത് നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ ലഗ്രാഞ്ച് കണ്ടുപിടിച്ചു, അല്ല നമ്മൾ എന്താ പറയാ ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചില്ലേ. സോ ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചു, പിന്നെ ഡൈവേർജന്റ് കേളും കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ ആ പോർഷന്റെ ഓഡിയോ കട്ടായി പോയിരുന്നു. സോ നമുക്ക് ഡൈവേർജന്റിന്റെ ആ പോർഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ സെക്കൻഡ് സാധനം ഡൈവേർജന്റ്. ഓക്കെ, സോ നമ്മൾ ഡൈവേർജന്റ് എങ്ങനെയാണ് നമ്മൾ കർവിലിനിയർ കോർഡിനേറ്റ്സിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ വി നോ ദാറ്റ് ഗ്രേഡിയന്റ് നമുക്കറിയാം. ഗ്രേഡിയന്റ് del phi is equal to E1 cap by H1 dou phi by dou U1 plus E2 cap by H2 dou phi by dou U2 plus E3 cap by H2 dou phi by dou U3. ഓക്കെ, ഇത് നമുക്ക് ഗ്രേഡിയന്റ് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ, now let this be equation number 1 നമുക്ക് കൊടുക്കാം. Let this be equation number 1. now put phi is equal to u1. phi is equal to u1 in equation 1. equation 1 നമ്മൾ എന്ത് ചെയ്യുക, phi is equal to u1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, now നമുക്ക് എന്ത് കിട്ടും, del u1 is equal to e1 cap divided by h1 dou u1 by dou u1 plus e2 cap by h2 dou u1 by dou u2 plus e3 cap by h3 dou u1 by dou u3. okay, now which will be is equal to, now dou u1 by dou u2 എന്നൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ എടുക്കുകയാണെങ്കിൽ it is like saying dou x by dou y എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ dou u1 by dou u3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is dou x by dou z പറഞ്ഞ പോലെ. ഇതൊക്കെ എന്താണ്, ആക്ച്വലി സീറോ ആണ്. ഓക്കെ, സോ dou u1 by dou u2 ന്റെ ടേം സീറോ ആയിട്ട് പോകും. അതേപോലെ തന്നെ dou u1 by dou u3 ടേം സീറോ ആയിട്ട് പോകും. സോ del u1 നമുക്ക് കിട്ടും, ആൻഡ് dou u1 by dou u1 പറഞ്ഞാൽ dou x by dou x പറഞ്ഞ പോലെയാണ്. സോ വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കൊടുക്കാം, e1 cap by h1 അല്ലേ. സോ ഈ ടേം 1 ആയിട്ട് പോയി, സോ e1 cap by h1 വരും. ഓർ സോ del u1 is equal to e1 cap by h1, or നമുക്ക് ഇങ്ങനെ എഴുതാം, e1 cap is equal to h1 del u1 ആയിട്ട് നമുക്ക് എഴുതാം. e1 cap is equal to h1 del u1 എഴുതാം. ഓക്കെ, സിമിലർലി നമ്മൾ ഇക്വേഷൻ 1 phi is equal to u2 കൊടുക്കുകയാണെങ്കിൽ, phi is equal to u2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും del u2 is equal to e2 cap by h2, where e2 cap is equal to h2 del u2 വരും. ആൻഡ് phi is equal to u3 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും del u3 is equal to e3 cap by h3 എന്ന് കിട്ടും. ആൻഡ് e3 cap is equal to h3 del u3 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഈസിലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഡൈവേർജന്റ് കണ്ടുപിടിക്കാൻ എത്തിയിട്ടില്ല. ഡൈവേർജന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡെൽ ഡോട്ട് എ ആണ് കേട്ടോ. വെക്ടറിന്റെ നമ്മൾ ഡെൽ ഡോട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നൗ വി ഫൈൻഡ് ഔട്ട് del u1 cross del u2 കണ്ടുപിടിക്കാം. ഓക്കെ, del u1 cross del u2, del u1 cross del u2 പറയുമ്പോൾ ഇതേ ക്രോസ് ഇതില്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, e1 cap by h1 cross e2 cap by h2 കിട്ടും. ഓക്കെ, ഞാൻ രണ്ടിനെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. സോ താഴത്തെ h1 h2 സ്കെയിൽ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആണ്. സോ അത് അതേപോലെ തന്നെ എഴുതാം, h1 h2. മുകളിൽ എന്താ വരിക, e1 ക്രോസ് e2 വരും. ഓക്കെ, നൗ വാട്ട് ഈസ് e1 ക്രോസ് e2? അതായത് ഇപ്പോൾ നമ്മൾ കാർട്ടീഷ്യനിൽ എടുക്കുകയാണെങ്കിൽ ഐ ജെ കെ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ആയിരിക്കും, ആൻഡ് ജെ ക്രോസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആയിരിക്കും, ആൻഡ് കെ ക്രോസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ആയിരിക്കും. അതായത് സൈക്ലിക് ആയിട്ടാണല്ലോ പോകുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് e1 e2 e3 കാര്യം. e1 ക്രോസ് e2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e3 ആയിരിക്കും, ആൻഡ് e3 ക്രോസ് e2 ക്രോസ് e3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി e1, ആൻഡ് e3 ക്രോസ് e1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി e2 ആയിരിക്കും. ഓക്കെ, സോ e1 ക്രോസ് e2 ആണ് ഇവിടെ. e1 ക്രോസ് e2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി e3 ക്യാപ്പ് വരും. സോ
E3 cap divided by H1 by H2 കിട്ടും. Okay. Similarly, if you find del U2 cross del U3, okay, del U2 cross del U3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? So it will be E2 cap by H2 cross E3 cap by H3. So which will be is equal to E2 cross E3. E2 cross E3 is E1. So E1 cap by H2 H3, and finally del U3 cross del U1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? It will be E3 cap by H3 cross E1 cap by H1 is equal to, so E3 cross E1 പറഞ്ഞു കഴിഞ്ഞാൽ E2 cap വരും. So E2 cap by H1 H3 വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡൈവേർജൻറ്റിക്ക് എത്തിയിട്ടില്ല, എന്തൊക്കെ അതിന് മുന്നേ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡെറിവേഷനിൽ ആവശ്യം വരുന്നത്. ഓക്കെ, നൗ വി കൺസിഡർ എ വെക്ടർ A such that A is equal to A1 E1 cap plus A2 E2 cap plus A3 E3 cap. അതായത് നമ്മൾ കർവിലിയൻ കോർഡിനേറ്റ്സിലുള്ള ഒരു A എന്ത് ചെയ്തു, നമ്മൾ കൺസിഡർ ചെയ്തു. സോ ഡെൽ ഡോട്ട് എ എന്ത് വരും? ഇതിന് മൊത്തത്തിന് ഡെൽ എടുക്കുക അല്ലേ, ഡെൽ ഡോട്ട് എടുക്കുക. സോ ഡെൽ ഡോട്ട് A1 E1 പ്ലസ് ഡെൽ ഡോട്ട് A2 E2 പ്ലസ് ഡെൽ ഡോട്ട് A3 E3. ഇതൊക്കെ ക്യാപ്പ് ഉണ്ട്, ഡെൽ ഡോട്ട് A3 E3. ഓക്കെ, നൗ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ സാധനം നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിനിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആക്ച്വലി ഡെൽ ഡോട്ട് A1 E1 മാത്രം കണ്ടുപിടിച്ചാൽ, കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ A2 E2 A3 E3 ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. സോ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് A1 E1 ക്യാപ്പ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡെൽ ഡോട്ട് A1 E1 ക്യാപ്പ് കണ്ടുപിടിക്കാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽ ഡോട്ട് A1. Now what is E1 cap? E1 cap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് എഴുതാം. ഇവിടുന്ന് എന്താ എഴുതാം? നമുക്ക് E1 cap is equal to H2 എന്ന് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി H2 H3 into del U2 cross del U3. ഓക്കെ, നൗ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? H2 H3 into del U2 cross del U3 ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, നൗ ഈ ടേം നോക്കാം. ഓക്കെ, ഈ ടേമിൽ ഈ സാധനം എന്താണ്? സ്കേലാർ ആണ്. A1 H2 H3 എന്ന സ്കേലാർ ആണ്. ആൻഡ് ഡെൽ U2 ബൈ ഡെൽ U3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾ ആണ്. ഓക്കെ, A1 H2 H3 സ്കേലാർ ആണ്, മറ്റേത് എന്താണ്? കേൾ ആണ്. സോ ദിസ് ഈസ് ലൈക്ക് ദ ഫോം ഡെൽ ഡോട്ട് ഫൈ എ. ഡെൽ ഡോട്ട് ഫൈ എ എന്ന് പറയുന്ന ഫോമിൽ ഫൈ സ്കേലാറും എ എന്താണ്? വെക്ടറും ആണ്. സോ ഡെൽ ഡോട്ട് ഫൈ എയുടെ എക്സ്പാൻഷൻ എങ്ങനെ വരിക? ഡെൽ ഫൈ ഡോട്ട് എ പ്ലസ് ഫൈ ഇൻറ്റു ഡെൽ ഡോട്ട് എ. ഈ രീതിയിലാണ് എക്സ്പാൻഷൻ വരിക. വേർ നമ്മളെ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫൈ എന്താണ്? ഇവിടെ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേലാർ A1 H2 H3 ആണ്. ആൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡെൽ U2 ക്രോസ് ഡെൽ U3 ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? ഡെൽ ഡോട്ട് A1 E1 is equal to ഡെൽ ഡോട്ട് A1 E1 is equal to എന്ത് വരും? ഡെൽ ഡോട്ട് ഡെൽ ഫൈ ഡോട്ട് എ അല്ലെ, ഡെൽ ഫൈ ഡോട്ട് എ എന്ന് പറയുമ്പോൾ ഡെൽ A1 H2 H3, ഇതാണ് നമ്മൾ ഡെൽ ഫൈ വരിക. ഡോട്ട് എ എന്ന് പറയുമ്പോൾ ഡെൽ U2 ക്രോസ് ഡെൽ U3 പ്ലസ് ഫൈ ഇൻറ്റു ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A1 H2 H3 ആണ്. സോ A1 H2 H3 ഇൻറ്റു ഡെൽ ഡോട്ട് എ പറയുമ്പോൾ ഡെൽ ഡോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ U2 ക്രോസ് ഡെൽ U3 ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? നൗ ഈ ടേം നോക്കുക. ഈ ടേം എന്ന് പറഞ്ഞാൽ ഡൈവേർജന്റ് ഓഫ് എ കേൾ ആണ്. ആയിട്ട് വിൽ ഗോസ് ടു 0 ആയിരിക്കും. അതെന്തായിട്ട് പോകും? 0 ആയിട്ടും പോകും. സോ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഫസ്റ്റ് ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ഡെൽ A1 H2 H3 ഡോട്ട്. നൗ വാട്ട് ഈസ് ഡെൽ U2 ക്രോസ് ഡെൽ U3? ഡെൽ U2 ക്രോസ് ഡെൽ U3 നമുക്കറിയാം E1 ഡിവൈഡഡ് ബൈ H2 H3 ആണ്. സോ ഡോട്ട് E1 ക്യാപ്പ് ബൈ H2 H3 കിട്ടും നമുക്ക്. ഓക്കെ, സോ നമ്മൾ ഡെൽ U2 ക്രോസ് ഡെൽ U3 എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ടേം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നൗ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ടേം കണ്ടുപിടിക്കണം അല്ലേ.
ഈ del phi എടുക്കുന്ന ഈ del A1H2H3 കണ്ടുപിടിക്കണം. സോ വി നോ ദാറ്റ് del phi യുടെ എക്സ്പാൻഷൻ നമുക്കറിയാം. del phi യുടെ എക്സ്പാൻഷൻ ആണ് E1/H1 dou phi by dou U1 plus E2/H2 dou phi by dou U2 plus E3/H3 dou phi by dou U3 ഈ രീതിയിലാണ് വരിക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനത്തിന് എക്സ്പാൻഡ് ചെയ്യാം. ഈ del A1H2H3 എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ del A1H2H3 will be equal എന്ത് വരും, E1/H1. സോ E1/H1 ആക്ച്വലി നമുക്ക് ഇത് മൊത്തത്തിൽ എഴുതാം അല്ലേ. ഡോട്ട് നമുക്ക് ഈ ടേമിന് മൊത്തത്തിൽ എഴുതാം. സോ E1 cap/H2H3 will be equal to ഇത് del phi യുടെ ടേംസ് എക്സ്പാൻഡ് ചെയ്യുക. സോ എന്ത് വരും, ആദ്യത്തെ ടേം E1 cap/H1 into dou phi by so E1 cap/H1 dou phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, A1H2H3 ആണ് ഡിവൈഡഡ് ബൈ dou U1 പ്ലസ് സെക്കൻഡ് ടേം E2 cap/H2 dou by dou U2 of A1H2H3 plus third term E3 cap/H3 dou by dou U3 of A1H2H3. Okay, now പുറത്തുനിന്ന് dot E1 cap/H2H3 വന്നു. ഓക്കെ, now നമ്മൾ എന്ത് ചെയ്യാം, ആ ടേമിന് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേം എന്ത് വരും, ഇവിടെ E1 വരും. E1 എന്തായിരിക്കും, നമ്മൾ I പറഞ്ഞ പോലെ I എന്തായിരിക്കും 1, J.J1, K.K എന്തായിരിക്കും 1, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്താണ് 0 ആയിട്ട് പോകും. സോ ഫസ്റ്റ് ടേം ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ E1 1 വരും. സോ പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞ് കിട്ടും 1/H1 ഇവിടെ ഓൾറെഡി ഉണ്ട്, പിന്നെ ഇവിടെ പുറത്ത് H2H3 ഉണ്ട്. സോ 1/H1H2H3 into dou A1H2H3 divided by dou U1 വരും. ഓക്കെ, പ്ലസ് സെക്കൻഡ് ടേം E2.E1 വന്നുകൊണ്ട് 0 വരും. തേർഡ് ടേം എന്ത് വരും, 0 വരും. ഓക്കെ, തേർഡ് ടേം എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. സോ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ടേം. ഓക്കെ, സോ നമുക്ക് ഇത് കിട്ടി, ദിസ് ഈസ് ആക്ച്വലി del dot E1 A1 നമുക്ക് ഇങ്ങനെ എഴുതാം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, del dot A1 will be equal to 1/H1H2H3 into dou by dou U1 of A1H2H3. ഓക്കെ, ഈ രീതിയിൽ കിട്ടി. ഓക്കെ, സിമിലർ വേ ഇപ്പൊ നമ്മളെ എവിടെ del dot A നെ നമ്മൾ എന്ത് ചെയ്തത്, del dot A1 plus del dot A2 plus del dot A3 എഴുതിയത്. ഫസ്റ്റ് ടേം ആയിട്ടുള്ള del dot A1 നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, del dot A2 നമുക്ക് എഴുതാം, it will be equal to 1/H1H2H3 into dou by dou U1 ഉള്ളത് എന്തായിട്ട് മാറും, dou U2 ആയിട്ട് മാറും. A1 ഉള്ളത് A2 ആയിട്ട് മാറും. H2 എന്നുള്ളത് എന്തായിട്ട് മാറും, H3 ആയിട്ട് മാറും. H3 ഉള്ളത് H1 ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് സിമിലർലി നമുക്ക് എന്ത് എഴുതാം, del dot A3 cap will be equal to എന്ത് വരും, 1/H1H2H3 into dou by dou U3 of A3 H3 എന്നുള്ളത് എന്തായിട്ട് മാറും, H3 എന്നുള്ളത് H1 ആയിട്ട് മാറും. H1 H2 ആയിട്ട് മാറും. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് നമ്മളെ ഗ്രേഡിയന്റ് കിട്ടുക, അല്ല ഡൈവേർജന്റ് നമുക്ക് കിട്ടുക. സോ ഇത് മൂന്നും ഇവിടെ ഇട്ട് കൊടുക്കുക, നമ്മൾ del dot ഇക്വേഷനിൽ ഇവിടെ മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും del dot A കിട്ടും. സോ therefore del dot A is equal to, ഇതിൽ മൂന്നിലും ആഡ് ചെയ്യാണ് ചെയ്യണത്. സോ മൂന്നിലും 1/H1H2H3 കോമൺ ആണ്. സോ 1/H1H2H3 നമ്മൾ പുറത്ത് കൊടുത്തു, ബാക്കി എന്ത് വന്നു, dou by dou U1 of
A1 H2 H3 plus dou by dou U2 of A2 H3 H1 plus third term dou by dou U3 of A3 H1 H2. Okay, so this is the form of the gradient, this is the form of divergent. This is the form of the divergent in curvilinear coordinates. Curvilinear coordinates divergent form ആണ് എന്ത് ചെയ്തത് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. ഓക്കെ, നൗ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാർട്ടീഷ്യന്റെ നമുക്ക് ഈസിലി നമുക്ക് ഇതിൽ കിട്ടും. കാർട്ടീഷ്യനിൽ എന്ത് ചെയ്യാം, U1 U2 U3 എന്ത് കൊടുക്കുക, XYZ കൊടുക്കുക, H1 H2 H3 1 കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാർട്ടീഷ്യനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. സോ ഒബ്റ്റെയിൻ കാർട്ടീഷ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പാർട്ട്. സോ ഡൈവേർജന്റ് കിട്ടി, ഗ്രേഡിയന്റ് കിട്ടി, ഇനി നമുക്ക് കിട്ടാനുള്ളത് എന്താണ്, കേളാണ്. ഓക്കെ, കേൾ ഇൻ കർവിലിയർ കോർഡിനേറ്റ്. കർവിലിയർ കോർഡിനേറ്റ്സിൽ എങ്ങനെയാണ് കേളിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ കേള് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോ കേൾ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ക്രോസിന്റെ നമ്മൾ എടുക്കുക, ഡെൽ ക്രോസ് എ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കേൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ കൺസിഡർ എ വെക്ടർ, എ ഇസ് ഈക്വൽ ടു A1 E1 ക്യാപ്പ് പ്ലസ് A2 E2 ക്യാപ്പ് പ്ലസ് A3 E3 ക്യാപ്പ്. ഓക്കെ, അങ്ങനെ വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് A1 E1 ക്യാപ്പ് പ്ലസ് ഡെൽ ക്രോസ് A2 E2 ക്യാപ്പ് പ്ലസ് ഡെൽ ക്രോസ് A3 E3 ക്യാപ്പ്. ഓക്കെ, അതായത് ഡെൽ ക്രോസ് എന്ത് ചെയ്തു, നമ്മൾ എല്ലാവർക്കും ഈവൻലി എന്ത് ചെയ്തു, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, നൗ which can be written as, so del cross A can be written as, so del cross A is equal to del cross A1 into E1. E1 ആക്ച്വലി നമ്മൾ നേരത്തെ ഒരു ഫോം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, E1 is equal to E1 is equal to H1 del U1 ആണ്. ഓക്കെ, H1 del U1 ആണ്, അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. സോ E1 is equal to എന്ത് കൊടുക്കാം, H1 del U1 കൊടുക്കാം. അങ്ങനെ ഓരോന്നിനും നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. സോ ഓക്കെ, സോറി. സോ ഇതിലെന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ഡൈവേർജന്റ് കണ്ടുപിടിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ടേം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചാൽ ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. സോ നമുക്ക് ഡെൽ ക്രോസ് A1 E1 കണ്ടുപിടിക്കാം. ഡെൽ ക്രോസ് A1 E1 കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ഡെൽ ക്രോസ് A ഇൻറ്റു E1 ക്യാപ്പിന് പകരം എന്ത് കൊടുക്കുക, H1 del U1 ആയിട്ട് കൊടുക്കാം. ഓക്കെ, H1 del U1 ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ നമുക്കൊന്നൊരു വൃത്തിക്ക് എഴുതാം. സോ ഡെൽ ക്രോസ് A1 E1 ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് A1 H1 del U1 ആയിട്ട് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ A1 H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്കേലാർ ആണ്, ആൻഡ് del U1 ഈസ് വെക്ടർ. ഓക്കെ, del U1 വെക്ടർ ആണ്, ആൻഡ് A1 H1 എന്താണ്, സ്കേലാർ ആണ്. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം ഏത് ഫോമിലാണ് കൊടുക്കുന്നത്, ദിസ് ഈസ് ഓഫ് ദ ഫോം ഡെൽ ക്രോസ് ഫൈ എ എന്ന് പറയുന്ന ഫോമിലാണ് കൊടുക്കുന്നത്. ഫൈ സ്കേലാറും എ വെക്ടറും ആണ്. ഡെൽ ക്രോസ് ഫൈ എ ഇസ് ഈക്വൽ ടു ഫൈ ഇൻറ്റു ഡെൽ ക്രോസ് എ പ്ലസ് del phi cross A. ഓക്കെ, del phi cross A ഫോർ നമ്മളെ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, A1 H1 ആണ്, ആൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് del U1 ആണ്. ഓക്കെ, സോ therefore del cross A1 E1 നമുക്ക് എങ്ങനെ കൊടുക്കാം, ഫൈ ഇൻറ്റു del cross A. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 H1 ആണ്. സോ A1 H1 ഇൻറ്റു del cross A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ del U1 ആണ്. സോ del U1. ഓക്കെ, പ്ലസ് സെക്കൻഡ് ടേം എന്താണ്, del phi എന്ന് പറയുമ്പോൾ del A1 H1 cross A cross del U1 വരും. ഓക്കെ, cross del U1. നൗ ദിസ് ടേം vanishes to 0, കാരണം കേൾ ഓഫ് എ ഗ്രേഡിയന്റ് ആണ്. കേൾ ഓഫ് എ ഗ്രേഡിയന്റ് എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു del A1 H1 cross del U1 വരും. ഓക്കെ,
നൗ ഡെൽ A1 H1 ഇതെന്ത് ചെയ്യുക, ഗ്രേഡിയന്റിന്റെ ഫോം എന്ത് ചെയ്യുക, ഗ്രേഡിയന്റെ പോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. സോ therefore ഡെൽ ക്രോസ് A1 E1 ക്യാപ് ഈസിക്കൽ ടു ഇതിനെന്ത് ചെയ്യുക, നമ്മളെ ഗ്രേഡിയന്റ് പോലെ എക്സ്പാൻഡ് ചെയ്യുക, ഗ്രേഡിയന്റിന്റെ എക്സ്പാൻഷൻ എങ്ങനെ വന്നത്, E1 ക്യാപ് ബൈ H1 ഡോ ഫൈ ബൈ ഡോ U1 ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 H1 വരും. സോ A1 H1 ബൈ ഡോ U1 പ്ലസ് E2 ക്യാപ് ബൈ H2 ഡോ A2 H2 ബൈ ഡോ U2 പ്ലസ് E3 ക്യാപ് ബൈ H3 ഡോ A1 H1 അല്ലേ, A1 H1 ഇവിടെ എന്താണ് A1 H1 ഡിവൈഡഡ് ബൈ ഡോ U3, ഓക്കെ, ഡോ U3 ക്രോസ് എന്തോന്നു ഡെൽ U1 ക്രോസ് ഡെൽ U1 എന്ന ആക്ച്വലി സാധനം ഡെൽ U1 നമുക്കൊരു ഫോം ഉണ്ട് അവിടെ, ഇതിൽ നമുക്ക് ഡെൽ U1 എന്താ എഴുതാം, E1 ബൈ H1 ആയിട്ട് എഴുതാം അല്ലേ. സോ ഡെൽ U1 പകരം നമുക്ക് എന്ത് എഴുതാം, E1 ക്യാപ് ബൈ H1 ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം നോക്കാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കാർട്ടീഷ്യനിൽ ഫോളോ ചെയ്യുന്ന അതേ നിയമങ്ങൾ തന്നെയാണ് ഇതിലും വരിക. അതായത് ഇപ്പോൾ കാർട്ടീഷ്യനിൽ നമ്മൾ സൈക്ലിക് ആയിട്ടാണ് പോകുക അല്ലേ. സോ ഇപ്പോൾ ഇങ്ങനെയാണ് പോണതെങ്കിൽ IJK ഈ രീതിയിലാണ് പോണതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, I ക്രോസ് JK ആണ്, J ക്രോസ് K I ആണ്, ആൻഡ് K ക്രോസ് I എന്താണ്, J ആണ്. ഓക്കെ, നെഗറ്റീവ് വരുമ്പോൾ തിരിച്ചു വരും. സോ ഇവിടെ എന്ത് വരും, E1 ക്രോസ് E2 എന്ത് വരും, E3 വരും, E2 ക്രോസ് E3 E1 വരും, ആൻഡ് E3 ക്രോസ് E1 ഈസ് ഈക്വൽ ടു E2 വരും. ഇതിൻ്റെയൊക്കെ തിരിച്ചാണെങ്കിൽ E2 ക്രോസ് E1 ആണെങ്കിൽ മൈനസ് വരും കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഫസ്റ്റ് ടേം E1 ക്രോസ് E1 വരിക, I ക്രോസ് I ഒക്കെ എന്താണ് 0 ആണ് അല്ലേ, I ക്രോസ് I 0 ആണ്. സോ E1 ക്രോസ് E1 എന്ത് വരും, 0 വരും. ഓക്കെ, സെക്കൻഡ് ടേം E2 ക്രോസ് E1 വരിക, E2 ക്രോസ് E1 എന്തായിരിക്കും, ഇതിന് നേരെ തിരിച്ചിട്ടാണ്, E2 ക്രോസ് E1 ഇതിന് നേരെ തിരിച്ചിട്ടാണ്. സോ E2 മൈനസ് E3. ഓക്കെ, സോ ഈ പ്ലസ് മാറിയിട്ട് എന്താവും, മൈനസ് ആവും. സോ മൈനസ് E3 ക്യാപ് ഡിവൈഡഡ് ബൈ ഇവിടെ H2 ഉണ്ട്, ഇവിടെ H1 ഉണ്ട്. സോ H1 H2 പിന്നെ ഡോ A1 H1 ഡിവൈഡഡ് ബൈ ഡോ U2 പ്ലസ് തേർഡ് ടേം എന്ത് വരും, ഇവിടെ E3 ക്യാപ്പ് ആണ്, ഇവിടെ E3 ക്യാപ്പ് ക്രോസ് E1 ആണ്, E3 ക്രോസ് E1 എന്നാണ് E2 ആണ്. സോ E2 ക്യാപ്പ് ബൈ ഇവിടെ H3 ഉണ്ട്, ഇവിടെ H1 ഉണ്ട്. സോ H1 H3 ഇൻറ്റു ഡോ A1 H1 ഡിവൈഡഡ് ബൈ ഡോ U3. ഓക്കെ, പ്ലസ് ഉള്ള ടേമിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്ലസ് ഉള്ള ടേമിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ E2 ക്യാപ്പ് ബൈ H1 H3 ഇൻറ്റു ഡോ A1 H1 ഡിവൈഡഡ് ബൈ ഡോ U3 മൈനസ് E3 ക്യാപ്പ് ബൈ H1 H2 ഇൻറ്റു ഡോ A1 H1 ഡിവൈഡഡ് ബൈ ഡോ U2. ഇതാണ് നമുക്ക് കിട്ടുന്നത് ഡെൽ ക്രോസ് A1 E1 നമുക്ക് കിട്ടി. ഓക്കെ, സോ നമ്മുടെ ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് A1 E1 ഡെൽ ക്രോസ് A2 E2 ഡെൽ ക്രോസ് A3 E3 ഇതിന് മൂന്നിന് സമ്മാണ്. സോ അതിൽ ആദ്യത്തെ എന്ത് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സിമിലർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ക്രോസ് A2 E2 കിട്ടും. ഓക്കെ, സിമിലർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ക്രോസ് A2 E2 കിട്ടും. സോ A2 E2 കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജനറലി നമുക്ക് എഴുതാൻ പറ്റും. സോ ആദ്യം ഇവിടെ A1 E1 ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ആദ്യം E2 ആണ്. സോ A2 E2 ചെയ്യുമ്പോൾ ആദ്യം വരും E3 വരും, E3 ക്യാപ്പ് ഡിവൈഡഡ് ബൈ ഇനി മുകളിൽ 2 വന്നു കഴിഞ്ഞാൽ താഴത്ത് 2 വരില്ല. സോ എന്ത് വരും H1 H2 ഇവിടെ 3 വന്നു കാരണം ഇവിടെ 3 വരില്ല. നൗ ഡോ A2 H2 ഡിവൈഡഡ് ബൈ നൗ ലെഫ്റ്റ് സൈഡ് ഇത് ഈ ഫസ്റ്റ് ടേമിൽ എപ്പോഴും ക്ലോക്ക് വൈസ് പോവുക. ക്ലോക്ക് വൈസ് പോകുമ്പോൾ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തോന്നുന്നു 3 വന്നു അല്ലെ, ഇവിടെ 2 വന്നു, ഇവിടെ 3 വന്നു, ഇവിടെ 3 വരുമ്പോൾ ഇവിടെ എന്ത് വരും, ക്ലോക്ക് വൈസ് പോകുമ്പോൾ 1 വരും അല്ലെ. അതായത് ക്ലോക്ക് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോണത്, അപ്പോൾ 1 2 3. ഓക്കെ, സോ ഇവിടെ 2 വന്നു, ഇവിടെ 3 വന്നു. ഓക്കെ, 2 വന്നു 3 വന്നു.
അപ്പോൾ ഇവിടെ 3 വരികയാണെങ്കിൽ എന്ത് വരും? ക്ലോക്ക് വൈസ് പോവാണെങ്കിൽ ഇവിടെ താഴത്ത് എന്ത് വരണം? 1 വരണം. സോ ഡോ യു 1 മൈനസ് ഇനി എന്ത് ചെയ്യാം? ഇവിടെ നേരെ തിരിച്ചെഴുതാം. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചെഴുതാം. അതായത് ഇവിടെ 3യും ഇവിടെ 2 ഇവിടെ നേരെ തിരിച്ചു വരും. അപ്പോൾ മുകളിൽ എന്ത് വരും? ഈ 3 വരും. ഓക്കെ, അല്ല മുകളിൽ ഇത് നേരെ തിരിച്ചെഴുതുമ്പോൾ മുകളിലത്തെ ടേം എന്ത് വരും? ഈ 1 വരും. ഈ 1 ക്യാപ്പ് ഡിവൈഡഡ് ബൈ നേരത്തെ റൂൾ എന്തായിരുന്നു? മുകളിൽ വന്നിട്ട് സാധനം താഴ്ത്തി വരില്ല. സോ ഇവിടെ എന്ത് വരും? H2 H3 ഇൻറ്റു ഡോ A2 H2 ഡിവൈഡഡ് ബൈ ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ചെഴുതിയത്. സോ ഇവിടെ എന്ത് വരും? ഡോ U3 വരും. ഓക്കെ, ഈ രീതിയിൽ പഠിക്കായിരിക്കും പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ബാക്കി എന്ത് ചെയ്യണം? നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കണം. സോ ഇവിടെ E2 ആയതുകൊണ്ട് ഇവിടെ വരും E3 വരും. E3 ഇവിടെ വരാത്ത ടേംസ് ആണ് താഴ്ത്തി വരിക. സോ H1 H2 ഇവിടെ വന്നു. ക്ലോക്ക് വൈസ് പോവാ. 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വരിക. ആ 1 അവിടെ വന്നു, ഇവിടെ വന്നു. ഓക്കെ, റൈറ്റിലുള്ള ടേമിൽ എന്താ വരിക വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് മാറും. ഇവിടെ 1 വന്നത് ഇവിടെ എന്താ? ഇവിടെ 1 വരും, ഇവിടെ 3 വരും. ഇവിടെ 1 വന്നു, ഇവിടെ 3 വന്നു. ഇവിടുത്തെ നേരത്തെ റൂൾ തന്നെ. ഓക്കെ, സോ അതേപോലെ എഴുതുകയാണെങ്കിൽ ഡെൽ ക്രോസ് A3 E3 നമുക്ക് എഴുതാം. ഇവിടെ E2 വന്നു, E3 വന്നു. സോ എന്ത് വരിക? E1 വരും. E1 വന്നു കഴിഞ്ഞാൽ താഴത്ത് എന്ത് വരണം? H2 H3 വരണം. സോ ഡോ ഓഫ് A3 H3 ഡിവൈഡഡ് ബൈ ക്ലോക്ക് വൈസ് പോവാണെങ്കിൽ 1 കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 2 വരണം അല്ലേ? സോ ഡോ U2 മൈനസ് തിരിച്ചിടുക. U2 മുകളിലേക്ക് പോകും. സോ E2 ക്യാപ്പ് ഡിവൈഡഡ് ബൈ 2 മുകളിൽ വന്നു കഴിഞ്ഞാൽ താഴ്ത്തി വരാൻ പാടില്ല. സോ H1 H3 ഇൻറ്റു ഡോ ഓഫ് A3 H3 തിരിച്ചിടുകയും ചെയ്ത്. സോ 1 താഴ്ത്തി വരും. സോ ഡോ U1 വന്നു. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് എഴുതുക? നമുക്ക് ഡെൽ ക്രോസ് കിട്ടുക. ഡെൽ ക്രോസ് A is equal to ഡെൽ ക്രോസ് A is equal എന്ത് ചെയ്യുക? ഈ 3 ടേംസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, 3 ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡെൽ ക്രോസ് A കിട്ടും. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ആക്കിയിട്ട് നമുക്ക് എഴുതാം. നമുക്കൊരു ഡിറ്റർമിനന്റ് ഫോമിൽ നമുക്ക് എഴുതാം. സോ ഡിറ്റർമിനന്റ് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഡിറ്റർമിനന്റ് ഫോമിൽ പുറത്ത് എന്ത് വരും? പുറത്ത് 1/H1 H2 H3 വരും. ഉള്ളില് ഫസ്റ്റ് ടേം H1 E1 ക്യാപ്പ്, H2 E2 ക്യാപ്പ്, H3 E3 ക്യാപ്പ്. ആൻഡ് സെക്കൻഡ് ടേം ഡോ ബൈ ഡോ U1 ഡോ ബൈ ഡോ U2 ഡോ ബൈ ഡോ U3 വരും. ആൻഡ് ഫൈനൽ ടേം A1 H1. സോ A1 H1, this is A2 H2 and this is A3 H3. okay, so ഡിറ്റർമിനന്റ് ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? കേൾ നമുക്ക് ഇതേപോലെ എഴുതാം. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്താലും എന്ത് കിട്ടും? നമുക്ക് കേൾ ആയിട്ട് എഴുതാൻ പറ്റും. നേരത്തെ പോലെ തന്നെ കാർട്ടീഷ്യനിലുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. U1 U2 U3 XY Z കൊടുക്കുക, H1 H2 H3 1 കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കാർട്ടീഷ്യനിലുള്ളത് കിട്ടും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കേളിനെയും ഡൈവേർജന്റിനെയും നമ്മൾ ഇതിൽ എക്സ്പ്രസ് ചെയ്യുക, കാർട്ടീഷ്യനിൽ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ കാർട്ടീഷ്യനിൽ ഇപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോൾ കേളിനെയും ഡൈവേർജന്റിനെയും അതേപോലെ തന്നെ ഗ്രേഡിയന്റ് ഒക്കെ റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലും അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് നോക്കണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.